നമ്മളിനി ബിസിനസ് എത്തിക്സിൻ്റെ ലാസ്റ്റ് ഭാഗത്തേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത്. അതായത് ലിമിറ്റേഷൻസ്, ബിസിനസ് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് ആണ് നമ്മളിപ്പോൾ നോക്കാൻ വേണ്ടി പോകുന്നത്. എന്തൊക്കെയാണ് ബിസിനസ് എത്തിക്സിൻ്റെ ലിമിറ്റേഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമതായിട്ട് പറയുന്നത് നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്ട്. അതാണ് പരമപ്രധാനമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിമിറ്റേഷനായിട്ട് പറയുന്നത്. അതായത് ഏതൊരു ബിസിനസ് ഓർഗനൈസേഷനും എത്തിക്കലായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിനൊരു റിവാർഡില്ല, അതിനൊരു പ്രതിഫലം കിട്ടുന്നില്ല എന്നുള്ളത് വലിയൊരു ഡിമെറിറ്റാണ്. കാരണം ദർ ഈസ് നോ റിവാർഡ് വെദർ ദ ബിസിനസ് ഈസ് കണ്ടക്റ്റഡ് ഓൺ എത്തിക്കൽ സ്റ്റാൻഡേർഡ് നോട്ട്. എത്തിക്കലായിട്ട് നമ്മൾ അത് വർക്ക് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ എത്തിക്കൽ അല്ലാതെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാലും നമുക്കൊന്നും കിട്ടാനില്ല എന്നുള്ള ഒരു ചിന്തയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു വിചാരമുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ആൾക്കാരെ എന്തിലേക്ക് നയിപ്പിക്കുന്നത്? അൺഎത്തിക്കലായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നത്. സോ അത് തന്നെയാണ് എത്തിക്കൽ ബിസിനസ്സിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലിമിറ്റേഷനായിട്ട് നമുക്കിവിടെ പറയാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ രണ്ടാമതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ആകെ 2-3 ലിമിറ്റേഷൻസ് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അതിൽ രണ്ടാമത്തെ ലിമിറ്റേഷനായിട്ട് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻഡ് ആക്ട് വെദർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ നോട്ട്. അതായത് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി അത് എത്തിക്കലാണോ, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ആക്ട് അത് എത്തിക്കലാണോ എത്തിക്കൽ അല്ലേ എന്ന് ബിസിനസ്മാന് തീരുമാനിക്കാൻ വളരെ പ്രയാസമായിരിക്കും. അപ്പോൾ നമ്മളൊരു കാര്യം ചെയ്യുന്നു, ആ കാര്യം ചെയ്തതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് അത് എത്തിക്കലല്ല എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് വിച്ച് ആക്ട് ഈസ് എത്തിക്കൽ ആൻഡ് അൺഎത്തിക്കൽ ബൈ എ ബിസിനസ്മാൻ ഇൻ സർട്ടൻ സർക്കംസ്റ്റാൻസസ് എന്നാണ് പറയുന്നത്. അതാണ് അവിടുത്തെ പോയിന്റ് എന്ന് പറയുന്നത്. ഏതൊരു ബിസിനസ്മാനെ സംബന്ധിച്ചിടത്തോളം എത്തിക്കലായിട്ട് ചെയ്യാനേ അവർ ചിന്തിക്കുകയുള്ളൂ. പക്ഷേ അവർ ചെയ്യുന്ന പല കാര്യങ്ങളും അവർക്ക് ചെയ്യുന്നതിന് മുന്നേ മനസ്സിലാക്കാൻ പറ്റില്ല ഇത് എത്തിക്കലാണോ എത്തിക്കലല്ലേ എന്നുള്ളത്. ഇനി ലാസ്റ്റ് ലിമിറ്റേഷനായിട്ടാണ് പറയുന്നത്. ലാസ്റ്റ് ലിമിറ്റേഷൻ എങ്ങനെയാണ് പറയുന്നത്? നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അല്ലേ, ഈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് എന്താണ് എന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റാൻഡേർഡ്സിനെ കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ധാരണ ആർക്കും തന്നെ ഇല്ല. ഒരു ബിസിനസ് ഓർഗനൈസേഷനിലെ മാനേജ്മെൻ്റ് ആയാലും അതിൻ്റെ എംപ്ലോയീസ് ആയാലും അവിടുത്തെ മാനേജർ ആയാലും ആർക്കും അതിനെക്കുറിച്ച് ഒരു എത്തിക്കൽ സ്റ്റാൻഡേർഡ് എന്താണെന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണ അവർക്കില്ലാത്തതാണ് നമ്മൾ ബിസിനസ് എത്തിക്സിൻ്റെ പോരായ്മയായിട്ട് അവർ ചൂണ്ടിക്കാട്ടുന്നത്. അപ്പോൾ ഈ 3 ലിമിറ്റേഷൻസ് ആണ് നമുക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഒന്ന്, നോ റിവാർഡ് ഫോർ എത്തിക്കൽ കണ്ടക്ട്. 2, ഡിഫിക്കൽട്ട് ടു ഡിസൈഡ് ആൻ ആക്ടർ വെദർ ഇറ്റ് ഈസ് എത്തിക്കൽ ഓർ നോട്ട് എന്നുള്ളത്. മൂന്നാമത്തെ, നോ പ്രോപ്പർ നോളജ് ഓഫ് എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ് എത്തിക്സിന് ഇന്ന പോരായ്മകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, ലോകത്തുള്ള പല ബിസിനസ് സ്ഥാപനങ്ങളിലെ ബിസിനസ് മേധാവികളും അൺഎത്തിക്കലായിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. എന്തിനാണ് അൺഎത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്നത്? അൺഎത്തിക്കലായിട്ട് ബിസിനസ് ചെയ്യുന്നത് ഇൻ ഓർഡർ ടു ഏൺ മാക്സിമം പ്രോഫിറ്റ് മാത്രമാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദി സൊസൈറ്റീസ് വെൽബീയിങ് ആൻഡ് ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് കസ്റ്റമേഴ്സ് സാറ്റിസ്ഫാക്ഷൻ. ആക്ച്വലി ദേ നീഡ് ടു ഹാവ് മാക്സിമം പ്രോഫിറ്റ് ബൈ ഡൂയിങ് അൺഎത്തിക്കൽ പ്രാക്ടീസസ് അല്ലേ. അപ്പോൾ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരെന്താ ആഗ്രഹിക്കുന്നത്? അവർക്ക് മാക്സിമം പ്രോഫിറ്റ് വേണം അല്ലേ. പക്ഷേ അത് കസ്റ്റമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് അറിയേണ്ടതായിട്ടില്ല. ദേ ജസ്റ്റ് നീഡ് പ്രോഫിറ്റ് അല്ലേ. ഇൻ വാട്ട് വേ? അല്ലെങ്കിൽ ദേ ആർ ചൂസിങ് ദ റോങ് മീൻസ് ആൻഡ് ദേ ആർ ചൂസിങ് ദ റോങ് എൻഡ്സ്, ബട്ട് ദേ ആർ നോട്ട് വറീഡ് അബൌട്ട് ദി കസ്റ്റമേഴ്സ് അല്ലേ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ ബിസിനസ്മാൻമാർ അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ്, ആക്ടുകൾ ഓർഗനൈസേഷനിൽ ചെയ്യുന്നു? അതാണ് നമ്മളിനി പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫാക്ടേഴ്സ് കോസിങ് അൺഎത്തിക്കൽ ബിഹേവിയർ. എന്തൊക്കെ ഘടകങ്ങളാണ് അൺഎത്തിക്കലായിട്ട് ഉള്ള പ്രാക്ടീസസിലേക്ക് നയിക്കുന്നത്? അപ്പോൾ പ്രശസ്തരായിട്ടുള്ള 2 വ്യക്തികളാണ് ലിറ്റ്മറും മൊലാൻഡറും. ഓക്കെ, അവരുടെ രണ്ടാളുടെയും കണ്ടുപിടുത്തത്തിൽ അല്ലെങ്കിൽ അവരുടെ റിസേർച്ചിൽ തെളിഞ്ഞൊരു കാര്യം, അവർ റിസേർച്ച് ചെയ്തത് 1974 അപ്പോൾ 1974 ആ റിസേർച്ചിൽ തെളിഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ കോമ്പറ്റീഷനാണ് ബിസിനസ്സിൻ്റെ ഏതിലേക്ക് നയിക്കുന്നത്? അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയറിലേക്ക് നയിക്കുന്നതെന്നാണ് അവരുടെ റിസേർച്ച് തെളിയിച്ചിട്ടുള്ളത്. അവർ പറയാണ് ദ നേച്ചർ ഓഫ് കോമ്പറ്റീഷൻ ഇൻക്രീസസ്, ദ അൺഎത്തിക്കൽ ബിഹേവിയർ ഓൾസോ ഇൻക്രീസസ്. വെൻ മാനേജേഴ്സ് ട്രൈ ടു മീറ്റ് ഗോൾസ് ആൻഡ് ഹാവ് ടു കട്ട് കോർണേഴ്സ് അറ്റ് ദ മൊമെൻറ്റ്, ദിസ് അക്യൂട്ട് കോമ്പറ്റീഷൻ അറ്റ് നാഷണൽ ആസ് വെൽ ആസ് ഇൻ്റർനാഷണൽ ലെവൽ ബിക്കംസ് ആൻ അൺഅവോയ്ഡബിൾ റീസൺ അല്ലേ ഫോർ അൺഎത്തിക്കൽ കണ്ടക്ട്. അപ്പോൾ മാനേജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ മാനേജേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവർക്ക് മാക്സിമം വേണ്ടത് പ്രോഫിറ്റാണ്. സോ ദേ ആർ നോട്ട് വറീഡ് അബൌട്ട്
what is ethical and what is unethical. So they're just simply doing what is unethical. They're just simply doing the things, and they are focused on the earnings of profit only. So they are doing unethical conduct. അപ്പോൾ അതാണ് ഒന്നാമത്തെ ഫാക്ടറായിട്ട് പറയുന്നത്. എന്തിനുള്ള ഫാക്ടറായിട്ട്? അണെത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ബിസിനസ്മാൻ ചെയ്യുന്നതിന്. രണ്ടാമത്തേന്ന് പറയുന്നത് പ്രഷർ ടു ഏൺ മോർ പ്രോഫിറ്റ്. ധാരാളം ലാഭം ഉണ്ടാക്കാൻ ഉള്ള പ്രഷർ ഉണ്ടല്ലോ, ആ പ്രഷറാണ് എന്തിലേക്ക് നയിക്കുന്നത്? അണെത്തിക്കലായിട്ടുള്ള കാര്യത്തിലേക്ക് നയിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ഓർഗനൈസേഷന് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും കസ്റ്റമേഴ്സിൻ്റെ ഭാഗത്തുനിന്നും എംപ്ലോയീസിൻ്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ വേരിയസ് സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ ഭാഗത്തുനിന്നും പ്രഷറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാം. കാരണം കുറേ ഇൻവെസ്റ്റേഴ്സ് അവരുടെ കൂടെയുണ്ട്, കുറേ ഷെയർ ഹോൾഡേഴ്സൊക്കെ ഉണ്ട് അല്ലേ. അവരെയൊക്കെ സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടായേ പറ്റുള്ളൂ. അപ്പോൾ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ എത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് മാത്രം ചെയ്തു കഴിഞ്ഞാൽ പറ്റില്ല എന്ന് മനസ്സിലാക്കുന്ന ബിസിനസ്സുകാർ എന്ത് ചെയ്യുന്നു? അൺഎത്തിക്കലായിട്ടുള്ള ആക്ട് കൂടെ ചെയ്തിട്ട് അവരെന്ത് ചെയ്യുന്നു? മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ഈ പ്രഷർ ടു ഏൺ മോർ പ്രോഫിറ്റ് എന്നുള്ള ഒരു കണ്ടൻറ്റാണ് അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഓർഗനൈസേഷൻ ഉണ്ടാകാനുള്ള വേറൊരു കാരണമെന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഇനി നെക്സ്റ്റ് ഒരു റീസണാണ് പറയുന്നത് ആംബിഗ്വസ് സിറ്റുവേഷൻ. ആംബിഗ്വസ് എന്ന് വെച്ചാൽ ഉഭയാർത്ഥം, അതായത് രണ്ട് ഇപ്പോൾ ആൾട്ടർനേറ്റീവ്സ് വരുന്ന സമയത്ത്, അതായത് ഒരു കാര്യം സെലക്ട് ചെയ്യാൻ രണ്ട് ആൾട്ടർനേറ്റീവ്സ്, രണ്ട് ഓപ്ഷൻസ് വരുന്ന സമയത്ത് വിച്ച് വൺ ഈസ് ബെസ്റ്റ് അല്ലേ, അങ്ങനെ വരുന്ന സമയത്താണ് ആംബിഗ്വസ് സിറ്റുവേഷൻസ് ക്രിയേറ്റ് എത്തിക്കൽ ഡിലേമ ടു ദി മാനേജർ ആൻഡ് സെലക്ഷൻ ഓഫ് എൻ ആൾട്ടർനേറ്റീവ് ദാറ്റ് ഗിവ്സ് ദം ഹയർ റിട്ടേൺ അറ്റ് ദ കോസ്റ്റ് ഓഫ് ലൂസിങ് ഇൻറ്റഗ്രിറ്റി ദേ ഡോണ്ട് തിങ്ക്. അതായത് ഫോർ എക്സാമ്പിൾ, നമുക്ക് പ്രോഫിറ്റ് നേടണമെങ്കിൽ ഒരു നല്ല വഴിയിലൂടെയും നേടാൻ വേണ്ടിയിട്ട് പറ്റും, മോശം വഴിയിലൂടെയും നേടാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ മോശം വഴിയാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അത് നടപ്പിലാക്കാനുള്ള ചിലവ് എന്ന് പറയുന്നത് കുറവായിരിക്കും. നല്ല വഴിയിലൂടെ ചെയ്യണമെങ്കിൽ അതിന് ചിലവ് കൂടുതലായിരിക്കും. അപ്പം നമ്മൾ മോസ്റ്റ് ഓഫ് ദി ബിസിനസ്മാൻ സെലക്ട് ദി സെക്കൻഡ് വൺ അല്ലേ. ആ ചിലവ് കുറഞ്ഞ രീതിയായിരിക്കും സെലക്ട് ചെയ്യുക. അവരെന്ത് നോക്കില്ല, ഇത് എത്തിക്കലാണോ അൺഎത്തിക്കലാണോ എന്ന് നോക്കിയില്ല, അവർ കോസ്റ്റ് മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ്, ആംബിഗ്വസ് സിറ്റുവേഷൻസ് ഏതിലേക്ക് നയിക്കുന്നുണ്ട്? അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയർ ഓർഗനൈസേഷൻ ഉണ്ടാക്കിയെടുക്കാൻ അവരെ സഹായിക്കുന്നുണ്ട് അല്ലെങ്കിൽ പ്രേരിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് വേറൊരു റീസണായിട്ട് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് പറയുന്നത് പൊളിറ്റിക്കൽ കറപ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാവുന്ന കാര്യമാണ്, പൊളിറ്റിക്സ് ഈസ് നൗഡേയ്സ് ബിക്കം എ ബിഗ് ഇഷ്യൂസ്. So businessmen cannot go forward without the help and without the cooperation of politics and political parties. So sometimes they demand gifts, donations and bribes from the businessmen for their political gain. So the businessmen need to cooperate with the politicians and the political parties in order to have a sustainable growth in the future and in order to earn maximum profit അല്ലേ. അത് നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. പൊളിറ്റിക്കൽ കറപ്ഷൻസ് എന്താ, രാഷ്ട്രീയപരമായിട്ടുള്ള നമുക്ക് എന്ത് പറയാം, കറപ്ഷൻ എന്ന് പറയുമ്പോൾ കോഴകളൊക്കെ സംഭവിക്കാം അല്ലേ. ചില പാർട്ടിക്കാർ എന്ത് ചെയ്യും, നമ്മൾ ബിസിനസ്മാൻമാർക്ക് പണവും അല്ലെങ്കിൽ പാരിതോഷികമൊക്കെ ഓഫർ ചെയ്യാറുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? അവരുടേതായ ലാഭങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് പൊളിറ്റീഷ്യൻസിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കേണ്ടതായിട്ട് വരും ആര്? ഇങ്ങനെയുള്ള ബിസിനസ്മാൻമാർ. സോ അതൊരു കറപ്ഷനാണ്. അല്ലെങ്കിൽ അങ്ങനെയുള്ള പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് ഏതിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്? പൊളിറ്റീഷ്യൻസിൻ്റെ ഇൻഫ്ലുവൻസ് അൺഎത്തിക്കലായിട്ടുള്ള ബിഹേവിയേഴ്സിലേക്ക്, അൺഎത്തിക്കലായിട്ടുള്ള ആക്ടിലേക്ക് നയിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് റീസണാണ് പറയുന്നത് സോഷ്യൽ വാല്യൂസ് ആൻഡ് കസ്റ്റംസ് ആർ നോട്ട് ഫോളോഡ് ബൈ ന്യൂ ജനറേഷൻ. നമ്മുടെ ഇന്നത്തെ കാലം ന്യൂ ജനറേഷൻ, ന്യൂ ബ്ലഡ് എന്നൊക്കെ പറയുന്നത്, they are not worried about social values and customs existed in the business environment. They just need to have maximum profit. They are not at all worried about what is society, what are its values, what is culture. They are not at all worried about these kinds of things. So they just act in an organization in order to have maximum profit. They always done unethical act, and they are not worried about unethical act. And if these acts are directly or badly affect the society also, that thing is not at all worried അല്ലേ. അതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരുവിധ വറീസും ഇല്ല അല്ലേ, ആര്? ഇന്നത്തെ ന്യൂ ജനറേഷൻസിന്. അപ്പോൾ അത് ഇന്നത്തെ ന്യൂ ജനറേഷൻ എന്ത് ചെയ്യുന്നില്ല, നമ്മുടെ സാമൂഹിക നീതി അല്ലെങ്കിൽ സമൂഹത്തിനുള്ള വാല്യൂസ്, സമൂഹത്തിലുള്ള മൂല്യങ്ങൾ, നമ്മുടെ സദാചാരം, നമ്മുടെ സംസ്കാരം, ഇതിനെക്കുറിച്ചൊന്നും അവർക്ക് യാതൊരുവിധ അറിവോ ബോധമോ ഇല്ലാത്തതാണ് അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ബിസിനസ് ഓർഗനൈസേഷൻസിൽ ഉണ്ടാകാനുള്ള വേറൊരു കാരണമെന്ന് പറയുന്നത്. നെക്സ്റ്റ് റീസൺ എന്ന് പറയുന്നത്
Nowadays people are need to become very rich, so they are not worried about the means, they ultimately want to be rich or richest. അല്ലേ? So they are just doing unethical act and they are become wealthiest persons, അല്ലേ? So they think that money is everything and money gives success to them. So money is the motivator to every kinds of people who actually doing business, അല്ലേ? ഇപ്പോഴുള്ള എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് പണമാണ് വലുത്, അല്ലേ? പണം ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് സക്സസ് ഉണ്ടാകും, പണമാണ് എല്ലാറ്റിൻ്റെയും മുകളിൽ നിന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരുണ്ട്. പണമാണ് പലരെയും മോട്ടിവേറ്റ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവർ ചിന്തിക്കുന്നു എനിക്ക് പണക്കാരനാവണം, സോ ഐ നീഡ് ടു ഡു സംതിങ് വെരി ഡിഫറെൻറ്റ്, അല്ലെങ്കിൽ ഐ നീഡ് ടു വർക്ക് ഹാർഡ്, അല്ലേ? പക്ഷേ nowadays the peoples are not at all ready to work hard. They are simply using shortcuts in order to have maximum profit, അല്ലേ? They are not at all ready to വർക്ക് ഹാർഡ്, അല്ലേ? ഇന്നത്തെ ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല, കഠിന പ്രയത്നം ചെയ്യാൻ വേണ്ടിയിട്ട് ആരും താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. അവർക്ക് എന്തേ വേണ്ടുള്ളൂ, ഷോർട്ട് കട്ട്സിലൂടെ കൂടുതൽ പണം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യുന്നത്. സോ ദാറ്റ്സ് വൈ ബിസിനസ് ഓർഗനൈസേഷൻ ഇൻക്ലൂഡഡ് സോ മെനി അൺഎത്തിക്കൽ പ്രാക്ടീസസ്. ഇനി ലാസ്റ്റ് പോയിൻ്റാണ് പറയുന്നത്, sometimes businessmen neglect social responsibility. They lack integrity and discipline in the social values. So many of the businessmen exploiting our society, and they just make so many kinds of pollutions to the ultimate society, and they neglect their corporate social responsibility. So corporate social responsibility is our next point. We will have to study it later. സോ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ബിസിനസ് ഫേമിനും അവർക്ക് അവരുടേതായ ബിസിനസ്സിനോട് ഒരു കൂറും ഉത്തരവാദിത്വം പുലർത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ പല ബിസിനസ് ഫേംസും എന്ത് ചെയ്യുന്നില്ല, സമൂഹത്തിനോടുള്ള ഉത്തരവാദിത്വം നിറവേറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നില്ല. അവർ ഒരു സത്യസന്ധതയോ അല്ലെങ്കിൽ അച്ചടക്കമോ അതിൽ പാലിക്കുന്നില്ല എന്നുള്ളതാണ് വേറൊരു കാരണമായിട്ട് നമുക്ക് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. അപ്പോൾ അൺഎത്തിക്കലായിട്ടുള്ള ഈ ബിസിനസ് ഫേംസിൻ്റെ ആക്റ്റുകൾ എന്തൊക്കെയെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒന്ന്, എൻകറേജ് പ്രാക്ടീസ് ഓഫ് കറപ്ഷൻസ്. അഴിമതി ധാരാളമായിട്ട് നടക്കാറുണ്ട്, പല സ്ഥലങ്ങളിലും നടക്കുന്നതാണ് അഴിമതി എന്ന് പറയുന്നത്. ഈ അഴിമതി നടക്കാറുണ്ട്, അത് സമൂഹത്തിനോട് ചെയ്യുന്ന ഒരു അനീതിയാണ്. നെക്സ്റ്റ്, ഫാൾസ് റെപ്രസെൻറ്റേഷൻ ഓഫ് റിട്ടേൺസ് ആൻഡ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്സ്. തെറ്റായ രീതിയിൽ നമ്മുടെ നികുതി വെട്ടിപ്പൊക്കെ പല ബിസിനസ് ഓർഗനൈസേഷൻസും നടത്തുന്നതാണ്. അപ്പോൾ ഈ നികുതി അടക്കാതെ രക്ഷപ്പെടുന്ന ആൾക്കാർ, നികുതി പണം അടിച്ചു മാറ്റുന്ന ആൾക്കാർ, ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അവരൊക്കെ അൺഎത്തിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇഗ്നോർ ദ സോഷ്യൽ ഇൻട്രസ്റ്റ്. സമൂഹത്തിൻ്റെ താല്പര്യം കണക്കിലെടുക്കാതെ വ്യക്തിഗതമായിട്ട് അല്ലെങ്കിൽ ബിസിനസ്സിൻ്റെ താല്പര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരും ചെയ്യുന്നത് അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ആണ്. നെക്സ്റ്റ്, ക്രിയേഷൻ ഓഫ് അക്യൂട്ട് കോമ്പറ്റീഷൻ, അല്ലേ? വ്യക്തിഗതമായിട്ട് നമുക്ക് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും, മത്സരം ഉണ്ടാവാം, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള മത്സരാർത്ഥികളെ എന്ത് ചെയ്യുന്നു, വേണമെന്ന് വെച്ചിട്ട് ആക്രമിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധിച്ച് പലതരത്തിലുള്ള കോമ്പറ്റീഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. നെക്സ്റ്റ്, പൊളിറ്റിക്കൽ ഡൊണേഷൻസ്. പാർട്ടികളിൽ നിന്ന് പാർട്ടികൾക്ക് എന്ത് കൊടുക്കുന്നു, ഡൊണേഷൻസ് കൊടുക്കുന്ന ഒരു പതിവുണ്ട്, അത് വേറൊരു പ്രശ്നമാണ്. എക്സ്പ്ലോയിറ്റ് ദ കൺസ്യൂമർ. വലിയ തുകക്ക് ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ട് അവരുടെ കസ്റ്റമേഴ്സിൻ്റെ ഹെൽത്തിനെയും അവരുടെ വെൽത്തിനെയൊക്കെ അഫക്റ്റ് ചെയ്യിക്കുന്ന പല ബിസിനസ് സ്ഥാപനങ്ങളുണ്ട്, അത് റോങ് ആണ്. ഇല്ലീഗൽ ട്രേഡ് വിത്ത് എനിമി കൺട്രീസ്. ഇപ്പം നമ്മുടെ രാജ്യത്തിന് ശത്രുക്കളായിട്ട് പല രാജ്യങ്ങളുണ്ടാകും, അങ്ങനെയുള്ള രാജ്യങ്ങളുമായിട്ട് വ്യാപാരം ചെയ്യുന്നത് അൺഎത്തിക്കലായിട്ടുള്ള പ്രാക്ടീസസ് ആണ്. എക്സ്പ്ലോയിറ്റ് സ്കേഴ്സ് നാച്ചുറൽ റിസോഴ്സസ്. നമ്മുടെ രാജ്യത്ത് പലതും റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്, പലതും നോൺ റിന്യൂവബിൾ ആയിട്ടുള്ള റിസോഴ്സസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്കേഴ്സ് ആയിട്ടുള്ള, അതായത് വളരെ ക്ഷാമം നേരിടാൻ വേണ്ടി പോകുന്ന പല റിസോഴ്സസും പല വിഭവങ്ങളെയും എന്ത് ചെയ്യുന്നുണ്ട്, ചൂഷണം ചെയ്യുന്നുണ്ട് ആര്, പല ബിസിനസ് സ്ഥാപനങ്ങൾ. ഫോർ എക്സാമ്പിൾ, മരമൊക്കെ മുറിക്കുന്നത്, വെള്ളം ധാരാളം ഉപയോഗിക്കുന്നത്, വേസ്റ്റ് ചെയ്യുന്നത്, ഇതൊക്കെ അതിനുള്ള എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏത് കഴിഞ്ഞെന്ന് പറയാം, ബിസിനസ് എത്തിക്സ് എന്നുള്ള ടോപ്പിക്ക് കഴിഞ്ഞെന്ന് നമുക്ക് പറയാം. ഓക്കെ.